എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് വചനം പഠിപ്പാനായി കടന്നു വരുവാൻ്റെ ഗുണം കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നമ്മളെ കാണുവാൻ പോകുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായം 9 തൊട്ടുള്ള വാക്യങ്ങളാണ്. വളരെ വേഗത്തിൽ നമ്മൾ ഈ ഭാഗങ്ങൾ പഠിച്ചു തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചില ആഴ്ചകളായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ശലോമോൻ രാജാവ് പറഞ്ഞ ആ പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ ക്രൈസ്തവ ചിന്തയിൽ, ക്രൈസ്തവ പശ്ചാത്തലത്തിൽ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്, എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. 9-ാമത്തെ വാക്യം, ഇതൊക്കെയും ഞാൻ കണ്ടു. മനുഷ്യൻ്റെ മേൽ അവൻ്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവർത്തിയിലും ഞാൻ ദൃഷ്ടി വെച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല എങ്കിലും ഇംഗ്ലീഷിലത് ഞാനത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ഹാവ് തോട്ട് ഡീപ്ലി അബൌട്ട് ഓൾ ദറ്റ് ഗോസ് ഇൻ ഹിയർ അണ്ടർ സൺ. തൻ്റെ പ്രതിപാദ്യ വിഷയം ഭൂമിക്ക് കീഴിലുള്ള നടക്കുന്ന വിഷയങ്ങളാണ്. തൻ്റെ ജ്ഞാനം കൊണ്ട് ഇവയെല്ലാം മനസ്സിലാക്കുവാനായി താൻ ശ്രമിച്ചതിന് ശേഷമാണ് താൻ ചില കൺക്ലൂഷനിലേക്ക് താൻ വരികയാണ്. ഭൂമിക്ക് കീഴിൽ, എന്നാൽ ഭൂമിക്ക് മുകളിലൊരു സിസ്റ്റമുണ്ട്, സ്വർഗീയമായത്. അതാണ് നമ്മുടെ പഠന വിഷയം. ഭൂമിക്ക് കീഴിൽ, സൂര്യന് കീഴിലുള്ള വിഷയങ്ങളും സൂര്യന് മുകളിലുള്ള വിഷയങ്ങളും, അതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പഠന വിഷയം. സൂര്യന് കീഴിലുള്ള വിഷയങ്ങളെ താൻ ശരിയായി താൻ കാണുകയാണ്. എന്നിട്ട് താൻ കാണുകയാണ്, പീപ്പിൾ ഹാവ് ദി പവർ ടു ഹർട്ട് ഈച്ച് അതർ. മനുഷ്യൻ്റെ മേൽ അവൻ്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടി വച്ചു. അതായത് അധികാരം കൊടുക്കുന്ന മനുഷ്യൻ, ആ വ്യക്തി മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുക. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പവർ ടു ഹർട്ട് അതേഴ്സ്. അധികാരത്തിലിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചരിത്രം താൻ ശ്രദ്ധിക്കുക. അത് അവർക്ക് കിട്ടിയ അധികാരത്തെ അവർ അബ്യൂസ് ചെയ്യുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. അത് ആളുകൾക്ക് പ്രയാസവും ദുഃഖവും ഉണ്ടാക്കിയാണ്. ശലോമോന് തന്നെ അതൊരു വലിയ വേദനയായി തന്നെ ഇരിക്കുകയാണ്. താൻ അത് പഠിക്കുക. മറ്റുള്ളവർ അധികാരം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പവർ ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിയുമ്പോൾ, മറ്റുള്ളവർക്കെതിരായി ദോഷം ചെയ്യുവാനുള്ള ഒരു വ്യഗ്രത മനുഷ്യനിലുണ്ട് എന്നുള്ളൊരു സത്യം താൻ പഠിപ്പിക്കുക. പ്രത്യേകിച്ച് ലീഡർഷിപ്പിലിരിക്കുന്ന വ്യക്തികൾ, അവർ പ്രത്യേകിച്ച് മറ്റുള്ളവരെ ദോഷം ചെയ്യുക, അവരെ ഹർട്ട് ചെയ്യുക. നമുക്കറിയാം, രാഷ്ട്രീയമായിട്ട് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുക. ഈവൻ ദൈവസഭകളിൽ പോലും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, ഹൃദയത്തിന് മുറിവേൽപ്പിക്കുന്ന അനേക കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതോറിറ്റി ടു ഹർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുവാൻ അധികാരമുള്ളപ്പോൾ നാം എങ്ങനെ ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ ഈ കാര്യത്തെ കാണും? നമ്മൾ അങ്ങനെ ഒരു അധികാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? യേശുക്രിസ്തു അതിന് വ്യക്തമായ മറുപടി തന്നിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് സൂര്യന് കീഴെയുള്ള വിഷയങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസഭയ്ക്ക് ലഭിച്ച പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ, പുതിയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ സൂര്യന് മുകളിലുള്ള ആത്മീയമായ അവിടെ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇന്ന് ലോകത്ത് ഇങ്ങനെ ഹർട്ട് നടക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അധികാരികൾ
തങ്ങളുടെ കീഴിലുള്ളവരെ ഹർട്ട് ചെയ്യുമ്പോൾ എന്താണ് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്? അവരോട് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. അതിങ്ങനെ കാണുന്നുണ്ട്. 10-ന്റെ 42-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാനും കഴിയും. യേശു അവരെ അടുക്കൽ വിളിച്ചവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ജാതികളിലിടയിൽ, അതായത് രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ, ദൈവത്തെ അറിയാത്ത, ദൈവിക കാഴ്ചപ്പാട് ലഭിക്കാത്തവർ അധികാരം നടത്തുമ്പോൾ 43-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിങ്ങനെയാണ് കാണുന്നത്: നിങ്ങളുടെ ഇടയിൽ അങ്ങനെയരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ മഹാനാകുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുവന് ശുശ്രൂഷ ഇല്ലാതെ അവന് ഉന്നതനാകുവാൻ കഴിയത്തില്ല. ശുശ്രൂഷിക്കുവാൻ, മറ്റുള്ളവരെ സെർവ് ചെയ്യുവാൻ ആ മനസ്സോടെ നമ്മളായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉന്നതമായ ആത്മീയ നിലവാരത്തിൽ കയറുവാൻ കഴിയത്തുള്ളൂ എന്നാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്: നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം എല്ലാവർക്കും ദാസനാകണം. ദാസനായ ഒരാൾക്ക് മാത്രമേ ആ ദൈവസന്നിധിയിൽ ക്രിസ്തീയ കാഴ്ചപ്പാടനുസരിച്ച് സ്റ്റെപ്പുകൾ കയറി പോകുവാൻ കഴിയത്തുള്ളൂ. ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയാണ്. അതിൻ്റെ 45-ാമത്തെ വാക്യം: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു 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 ഗാനരചയിതാവുള്ള ശ്രീകുമാരൻ തമ്പി, അദ്ദേഹം എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും വളരെയധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തുവല്ലാതെ വേറൊരു ഗുരു ഈ ലോകത്തിലില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞ അതിന് ഉദാഹരണം പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാനൊരു റീലിൽ കൂടെ കാണുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാ: ലോകത്തിലെ സകല ഗുരുക്കന്മാരും തങ്ങളുടെ ശിഷ്യന്മാർ തങ്ങളുടെ കാലുകളെ കഴുകുവാൻ നിർബന്ധിക്കുമ്പോൾ ഇതാ ഒരുവൻ, വിശ്വൈക ഗുരു, സകല ലോകത്തിൻ്റെയും ഗുരു, അവൻ തന്നെ കർത്താവ്, അവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു. എനിക്ക് ഒത്തിരി ചിന്തിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നാം ഓരോരുത്തരും ദൈവം നമ്മളെ ഓരോ സ്ഥാനത്താക്കുമ്പോൾ, ഈവൻ ഭൗതികമായ ജോലി ആയിക്കൊള്ളട്ടെ, ആ ജോലിയിലും നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ ജോലിയിലും നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: അവിടെയും മറ്റുള്ളവരെ സഹായിക്കുവാൻ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാൻ ഉതവത്തക്ക രീതിയിൽ നമ്മളുടെ ജോലിയും നമ്മുടെ ശുശ്രൂഷകളുമായി തീരണമെന്നാണ് ഇവിടെ പറയുന്നത്. 43-ാം വാക്യം ഒന്നുകൂടെ: നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെന്നാ വാക്യം. ലീഡേഴ്സ് മസ്റ്റ് ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരണം. മറ്റുള്ളവരെ സേവിക്കുവാനും തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും ഇറങ്ങി വന്ന ആ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുകയും അവനെ പോലെ നമ്മളായിത്തീരുകയും ചെയ്യണം. നമ്മുടെ മോഡൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഹർട്ട് ചെയ്യുവാൻ, ലീഡർഷിപ്പിലിരിക്കുന്നവർ ഹർട്ട് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഹർട്ട് ചെയ്യുകയല്ല, അവരെ സേവിക്കുക, അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, താഴനിലയിൽ നിന്നും ഉയർന്നു വരിക എന്നുള്ളതാണ് ക്രിസ്തീയ തത്വം. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ
നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മൾ ദൈവത്തോട് അക്കൗണ്ടബിളാണ്. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ ദൈവത്തോട് അക്കൗണ്ടബിളാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. അപ്പം ദേ ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവിക ശുശ്രൂഷകന്മാരാണ്. നമ്മൾ നമ്മളെ തന്നിരിക്കുന്ന അതോറിറ്റിയെ അബ്യൂസ് ചെയ്യുവാൻ പാടില്ല, ദുരുപയോഗപ്പെടുത്തുവാൻ പാടില്ല. കാരണം ദുരുപയോഗപ്പെടുത്തിയാൽ ന്യായമായി വിധിക്കുമെന്ന ഒരുവനുണ്ട്. അവൻ നമ്മളോട് കണക്ക് ചോദിക്കുമെന്നാണ് എബ്രായലേഖനം 13-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ യേശു പ്രത്യേകം പറഞ്ഞു, ഡു നോട്ട് കോപ്പി ദം. അവരെ കോപ്പി ചെയ്യരുത്. യേശുവിൻ്റെ സെർവൻ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക. ദാസനായി ഇറങ്ങി വന്ന് ദാസനെ പോലെ ആയിത്തീർന്ന് ദാസരൂപമെടുത്തവനെ പോലെ നമ്മളുടെ ശുശ്രൂഷ ആയി തീരണം എന്നാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്നത്. നമ്മൾ സഭാപുസ്തകങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുവാൻ അധികാരത്തിലുള്ളവർ ശ്രമിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അത് സൂര്യന് കീഴിലുള്ള സിസ്റ്റമാണ്. അത് സൂര്യന് മുകളിൽ, അതായത് ദൈവിക ജ്ഞാനം പ്രാപിച്ച നമ്മൾ, ശലോമോനത് ലഭിച്ചിട്ടില്ലായിരുന്നു. നമ്മൾക്ക് വളരെ വ്യക്തമായി അറിയാം ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാട് താഴ്മ ധരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 10-ഉം 11-ഉം വാക്യങ്ങൾ, അതിൽ 11-ാമത്തെ വാക്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ട് വിശ്രമം പ്രാപിക്കുകയും നേര് പ്രവർത്തിക്കുന്നവർ വിശുദ്ധ സ്ഥലം വിട്ടുപോവുകയും വരികയും പട്ടണത്തിൽ മറയ്ക്കപ്പെടുകയും ചെയ്യേണ്ടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇൻജസ്റ്റിസ്, ദുഷ്ടന്മാർ വളരെ ദുഷ്ടത ചെയ്തതിന് ശേഷമായി വളരെ ഉന്നതമായ നിലയിൽ അടക്കപ്പെടുന്നു. അവർക്ക് വേണ്ടി ഒരുപാട് പുകഴ്ത്തലുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. പല മാഗസീനിൽ അവരെ പറ്റിയുള്ള എഴുത്തുകളും, പല പള്ളികളിൽ അവരുടെ സ്മാരകങ്ങളും, പല സഭാ കേന്ദ്രങ്ങളിൽ അവരുടെ സ്മാരകങ്ങളും ഉയരുമ്പോൾ പല ഭക്തരും അറിയാതെ മരിച്ചു പോകുന്ന ഒരു ഇൻജസ്റ്റിസ് ലോകത്തിലുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയും. സത്യമാണ്, ഞാൻ കണ്ടു. അതും മായ, അതും നമുക്ക് വാനിറ്റിയാണ്. 11-ാമത്തെ വാക്യം, അതാണ് ഞാൻ എടുത്തു പറയുവാൻ ഉള്ള കാര്യം. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികയുണ്ട്. മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ദുഷ്പ്രവർത്തിക്കുള്ള, അതായത് ബിക്കോസ് ഗോഡ്സ് ജഡ്ജ്മെന്റ് ഡസ് നോട്ട് കം ഇമ്മീഡിയറ്റ്ലി. ഒരു ദുഷ്ടത ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇമ്മീഡിയറ്റ് ആയിട്ട് അനുഭവിക്കുന്നില്ല. പീപ്പിൾ തിങ്ക് ദേ ക്യാൻ കണ്ടിന്യൂ ഇൻ സിൻ വിത്തൗട്ട് ഫിയർ. ഭയം കൂടാതെ വീണ്ടും പാപത്തിൽ തന്നെ തുടരുവാൻ തക്കവണ്ണം മനുഷ്യർ വ്യഗ്രത കാണിക്കുന്നുള്ളൊരു സത്യം താനിവിടെ തുറന്നു പറയുക. അതിൻ്റെ 11-ാമത്തെ വാക്യം, when a crime is punished, is not punished quickly. ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്താൽ ദൈവം അവിടെ പെട്ടെന്ന് ശിക്ഷ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ക്വിക്കിലി, എന്നിട്ട് പീപ്പിൾ ഫീൽ ഇറ്റ് സേഫ് ടു ഡു റോങ്. അവർ സേഫാ, ഇനിയും ചെയ്യാൻ കുഴപ്പമില്ല, ഞാനിവിടെ വളരെ സുരക്ഷിതമാണ്, എന്ത് തെറ്റ് ചെയ്താലും, എന്ത് കുറ്റം ചെയ്താലും, എന്ത് അതിക്രമം ചെയ്താലും, ഏത് പാപം ചെയ്താലും എനിക്ക് ശിക്ഷയൊന്നും വരത്തില്ല എന്ന് മനുഷ്യർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെയധികം നമ്മുടെ ആനുകാലിക പ്രസക്തിയുള്ളൊരു ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയമില്ലാതെ പാപത്തിൽ ഇൻവോൾവ് ആകുവാൻ വിശ്വാസികളും അവിശ്വാസികളും തരം കിട്ടുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ, കാരണം ദൈവം ഒന്നും ശിക്ഷാവധി
വരുത്തുന്നില്ലെന്നേ, ഇതൊക്കെ ചുമ്മാതെ പറയുന്ന എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷാവധി താമസിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഹൃദയം ദുഷ്ടത ചെയ്യുവാൻ ഒരു മടിയുമില്ല എന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. ജഡ്ജ്മെന്റ് ഈസ് ഡിലൈഡ്. പീപ്പിൾ ബിക്കേം ബോൾഡ് ഇൻ സിൻ. പാപം ചെയ്യുവാൻ മനുഷ്യൻ ധൈര്യം കാണിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് ഇവിടെ വായിക്കുന്നത്. എന്നാൽ ഈ ഡിലേയെ കുറിച്ച് പഴയ നിയമത്തിൽ അത്രയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലാണ് അതിനെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. സൂര്യന് കീഴിൽ ഇങ്ങനെ, എന്നാൽ സൂര്യന് മുകളിലേക്ക് ഉന്നതമായ സ്വർഗീയ കാഴ്ചപ്പാട് ലഭിച്ചവരായ നാം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലൂടെ കാഴ്ചപ്പാട് ലഭിച്ചവരായ നാം, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം, 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. ഞാനത് വായിക്കട്ടെ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ കാണുവാൻ കഴിയും. എന്താണെന്നറിയാമോ? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ താൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. മനുഷ്യൻ വിചാരിക്കുന്നത് ഞാനൊരു അതിക്രമം ചെയ്തു, ഞാനൊരു കൊലപാതകം നടത്തി, അല്ലെങ്കിൽ ഞാനൊരു ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെടാതെ ഞാൻ രക്ഷപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു അധർമ്മത്തിൽ ഞാൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് പിന്നെയും ചെയ്യുക, കാരണം ആരും എന്നെ പിടിക്കുന്നില്ല, ദൈവം എനിക്ക് ശിക്ഷ തരുന്നില്ല, ഞാൻ വളരെ ശുഭമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മറുപടി പത്രോസ് അപ്പോസ്തലൻ 9-ാം വാക്യത്തിൽ തരികയാണ്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ, ഈ ദീർഘക്ഷമയെന്ന് പറയുന്നത് ആരും നശിച്ചു പോകാതെ. ലോർഡ് ഈസ് നോട്ട് സ്ലോ. അവൻ താമസിക്കുന്നില്ല. ബട്ട് ഹി ഈസ് പേഷ്യന്റ്. അവൻ ക്ഷമ കാണിക്കുക. താമസവും ക്ഷമയും രണ്ടും രണ്ടാ. നിങ്ങൾക്കറിയാം, താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു എഫിഷ്യൻസിയെ കാണിക്കുകയാണ്. എന്നാൽ പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസിയുടെ അങ്ങേയറ്റത്തെ പാരമ്യത്തെയാണ് കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ തെറ്റുകളിൽ അകപ്പെടുമ്പോൾ, കണ്ടിന്യൂസ് ആയ തെറ്റുകളിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ അത് മറയാക്കി എടുക്കുമായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്, ദൈവത്തിലൂടെ മനസ്സിലാക്കേണ്ടത്, ഗോഡ് ഈസ് നോട്ട് സ്ലോ. അവൻ താമസിക്കുന്നില്ല. എന്നാൽ അതിന് പകരം അവൻ ക്ഷമയോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടി? നോട്ട് വാണ്ടിങ് എനിവൺ ടു പെരിഷ്. ആരും നശിച്ചു പോകരുത്. ബട്ട് എവ്രിവൺ ടു കം ടു റിപ്പൻഡൻസ്. എല്ലാവരും മാനസാന്തരപ്പെടണം. എന്നെ ഇന്ന് രാത്രിയിൽ, ഇന്ന് സന്ധ്യയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവവുമായി നിരക്കാത്ത പാപങ്ങളുമായി ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ലൈനിൽ വന്നിട്ടുണ്ടെങ്കിൽ, ക്ഷീണങ്ങളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ, അത് റിപ്പന്റ് ചെയ്ത് ദൈവത്തോടിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ ദൈവം വളരെ വ്യക്തമായി എന്നോടും നിങ്ങളോടും വാദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പല കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും അതത് സമയത്ത് ശിക്ഷ തരാതെ നമ്മൾ വിചാരിക്കും അത് താമസമാണ്. താമസമല്ല, അത് ദൈവത്തിൻ്റെ പേഷ്യൻസ് ആണ്, ദൈവത്തിൻ്റെ ക്ഷമയാണ്. ഞാൻ നശിച്ചു പോകുവാൻ, നിങ്ങൾ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ ഞാനത് വായിക്കണം. അല്ല, ദൈവത്തിൻ്റെ ദയ
നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അതിനു മുമ്പ് പല കാര്യങ്ങൾ താൻ പറഞ്ഞിട്ട് വരികയാണ്. ദൈവത്തിൻ്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി, ദയയും ക്ഷമയും ദീർഘക്ഷാന്തിയും കൊണ്ട് അവൻ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയാമോ? മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ, മാനസാന്തരത്തിന്റെ ഫലം കൊടുക്കുവാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുക. നമ്മൾ പറയും, എന്നെ ദൈവമൊക്കെ നടത്തി, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ പല കാര്യങ്ങളിലും വീഴ്ചയും ഒക്കെ വരുന്നുണ്ട്, ദൈവം ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ അങ്ങ് പോകാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങളെയും എന്നെയും ദൈവം ദീർഘക്ഷമയോടെ അവൻ മാനസാന്തരത്തിലേക്ക് കാത്തിരിക്കുക. വിശുദ്ധന്മാരായ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സന്ധ്യയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആകേണ്ടവണ്ണം ആകാറെ നമ്മളായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു, മടങ്ങി വരിക, നമ്മുടെ ഉഴപ്പുകളെ മാറ്റുക, ആത്മീകമായ ശുഷ്കാന്തി വരുത്തുക. ഒരുപക്ഷെ ഇത്രയും തരത്തിലുള്ള പാപങ്ങൾ ഒരുപക്ഷെ നാം ചെയ്യുന്നില്ലെന്നിരിക്കാം, എങ്കിലും ചെയ്യാതിരിക്കുന്നത് പാപം തന്നെയാ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് തന്നെ പാപമാണ്. അതുകൊണ്ട് ദൈവം അതിൻ്റെ ശിക്ഷ വരുത്താതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും കുറിച്ച് അവരൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അതിന് മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ, നിത്യതയിൽ ചെന്നെത്തിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അപ്പോസ്തലപ്രവൃത്തി 17:30-31 ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. God's command all people everywhere to repent. എല്ലാവരും, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കാരണം ഇപ്പോഴും ദൈവം ഓരോ തെറ്റിനും വാളെടുക്കുന്നവനല്ല, വടിയെടുക്കുന്നവനല്ല. ഒരു ഡേ ഓഫ് ജഡ്ജ്മെന്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനും നിങ്ങളും പോകേണ്ടത് ആവശ്യമാണ്. വേറൊരു ഭാഷ പറഞ്ഞ ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ നിശബ്ദത, സൈലൻസ് അല്ലെങ്കിൽ താമസം എന്നൊക്കെ പറയുന്നത് പോലെ, അത് God is giving people time to repent. നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടി തന്നിരിക്കുക. അതിൻ്റെ മറുവശം കൂടെ ഉണ്ട്. ആ പേഷ്യൻസിനെ നമ്മൾ ദുരുപയോഗപ്പെടുത്തരുത്. ആ പേഷ്യൻസ് തരുന്ന സമയത്ത്, ഡിലേ വരുന്ന സമയത്ത് അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാനും തെറ്റുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറയുവാനുള്ള സന്ദർഭമാണ് എന്ന് ഈ സന്ധ്യയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പേഷ്യൻസ്, ഗോഡ്സ് പേഷ്യൻസ്. ആകാശം ഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ കിട്ടിയിരിക്കുന്നു. അവൻ്റെ ദീർഘക്ഷമയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ എത്ര കുറവുകളാ, എത്ര തെറ്റുകളാ. ഇതിനോരോന്നിനും തക്കവണ്ണം അടി കിട്ടാൻ തുടങ്ങി നമ്മളുണ്ടോ? ഇല്ല. വി ഹാവ് ടു റിപ്പന്റ്. സന്ധ്യയിൽ നിന്നൊരു റിപ്പൻറ്റൻസിൻ്റെ ഒരു സന്ധ്യാസമയമായി മാറട്ടെ. അവൻ ശിക്ഷിക്കാൻ തുടങ്ങി നമ്മൾ അവൻ്റെ മുമ്പ് നിൽക്കത്തില്ല. ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുന്ന നേച്ചറുള്ള മനുഷ്യരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് ഓരോരുത്തരും ഈ വചനത്തിനോട് സംസാരിക്കുക. ശലോമോന് കിട്ടാത്ത ഒരു വലിയൊരു വെളിപ്പാട് പുതിയ നിയമത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന. അടുത്ത വാക്യത്തിലേക്ക് പോകാം. അതിൻ്റെ 12-ാമത്തെ വാക്യം, സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 8-12 വാക്യം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. ഓക്കെ, അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ നമുക്ക് അത് കാണാം. 12-13 ഒരുമിച്ച്. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല,
അവൻ ദൈവത്തെ ഭയപ്പെടായികയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയില്ല. നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയില്ല എന്നാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. Sinner may go on doing wrong many times and still live long. അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ശലോമോൻ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. പാപി 100 വയസ്സ് വരെയൊക്കെ ജീവിക്കാതിരിക്കാം. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്താലും ഒരു കുഴപ്പമില്ല, ദീർഘായുസ് കൊണ്ട് അവനങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുക. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവനങ്ങ് ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയും. ഗുഡ് ഫോർ ദോസ് ഹു ഫിയർ ഗോഡ്. നമ്മുടെ ചുറ്റുപാട് ഇതെല്ലാം നടക്കുന്ന വിഷയമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇത്രയും ദീർഘായുസ് ഇല്ലേലും, നമുക്ക് ഇത്രയും നന്മകളൊന്നും ഇല്ലേലും, നമുക്ക് മറ്റുള്ളവർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊന്നും ഒരു പക്ഷെങ്കിലില്ലെങ്കിലും, നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ എൻ്റെ ഗുഡ് ഫോർ ദോസ് ഹു ഫിയർ ഗാഡ്. ഈ ലോകത്തിൽ പല ക്ലേശങ്ങളും പ്രശ്നങ്ങളിലൂടെയും നമ്മൾ പോകേണ്ടി വന്നാലും നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് ഗുഡ് ഫോർ ദോസ് ഹു ഫിയർ ഗാഡ്, who live with reverence before him. അവനെ ബഹുമാനിക്കുകയും അവൻ്റെ കൽപ്പനകളെ ആദരിക്കുകയും വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കുന്ന നമുക്ക് ഒരു ശുഭ തുറമുഖത്തേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമെന്നാണ് ഈ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ ദ വിക്കഡ്. ദുഷ്ടന് അവൻ്റെ അവസാനം നേരെയാകത്തില്ല. നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ജീവിതം ലൈക്ക് എ ഷോർട്ട് പാസിംഗ് ഷാഡോ, നിഴൽ പോലെ കഴിഞ്ഞു പോകുന്ന നിഴൽ പോലെ അവൻ മാഞ്ഞു പോകുകയാണ്. അവരൊരു പക്ഷെങ്കിലും വളരെ സ്ട്രോങ് ആയി തോന്നിയാലും, വളരെ ശക്തന്മാരായി ഇവിടെ ദുഷ്ടത ചെയ്തുകൊണ്ട് പാർത്താലും, ദൈവഭക്തിയോടുകൂടെ ജീവിക്കായ നിമിത്തം അവൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് 12-ാം വാക്യത്തിൽ കാണുന്നത് ഒരു ഭക്തന്റെ ജീവിതം, അവൻ്റെ ഭാവി, അവൻ്റെ ജീവിതം സുരക്ഷിതമാണ്, ദൈവത്തിൻ്റെ സഹായത്താൽ സുരക്ഷിതമാണ്. എന്നാൽ ഒരു ദുഷ്ടന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു ദുഷ്ടന്റെ ജീവിതം ഇറ്റ് വിൽ നോട്ട് ഗോ വെൽ. ഒരു കാരണവശാലും അത് നന്നായി വരികയില്ല എന്ന് നമുക്ക് ഈ ഭാഗത്തൂടെ പഠിക്കുവാൻ കഴിയില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ ഷാർപ്പായിട്ട്, വളരെ ഗൗരവമായിട്ട് ഇതിൻ്റെ ഈ വാക്യത്തിൻ്റെ പൊരുൾ പുതിയ നിയമത്തിലാണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. സൂര്യന് കീഴെയുള്ള കാര്യങ്ങളാണ് താനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെളിപ്പാട് കിട്ടിയത്, ക്രിസ്തുവിലൂടെ കിട്ടിയ വെളിപ്പാടിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്നറിയാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, ഹൂ അവർ ഹിയേഴ്സ് ജീസസ് വേർഡ്, ആരെങ്കിലും യേശുവിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ അവന് നിത്യജീവൻ ഉണ്ട് എന്നാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ഇൻ എവ്രി നേഷൻ ദ വൺ ഹൂ ഫേഴ്സ് ഹിം, സകല ജാതികളിൽ നിന്നും അവനെ ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് വാട്ട് ഈസ് റൈറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ഹിം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം, 10-ന്റെ 35-ാമത്തെ വാക്യമാണ് ഞാനത് വായിക്കേണ്ടത്. 10-ന്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്നാണ് വായിക്കുന്നത്. ഇതിന് ജാതി വ്യത്യാസമില്ല, ദൈവം അവരെല്ലാം അംഗീകരിക്കും. ഇതൊക്കെ കൊർന്നല്യോസിൻ്റെ വിഷയത്തിൽ അതിനെപ്പറ്റി പറയുന്ന ഒരു ഭാഗമാണ്. അവരെ എല്ലാം രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. ഫിയർ ഗോഡ്, ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ ഭാവി ശുഭകരമായിരിക്കും.
പ്രിയമുള്ളവരെ, ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചുറ്റുപാട് എത്ര തരത്തിലുള്ള ദുഷ്ടതകൾ ചെയ്ത് ഒരുപാട് ആരും തൊടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചാലും അവരൊക്കെ ആ, നേരിട്ടിട്ടുള്ള അനർത്ഥങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മുടെ നിശ്ചയം, അത് ഇവിടെ വല്ല തീരുമാനിക്കുക. നേരത്തെ തലേവാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്, നന്നായിട്ട് അവനെ അടക്കം ചെയ്യുന്നു, അവൻ്റെ സ്മാരകങ്ങളും ഉണ്ടാക്കുന്നുവെങ്കിലും ദൈവസന്നിധിയിൽ ഒരു പ്രയോജനമില്ല, അവൻ അവിടെ നിത്യത ചെന്ന് കാണത്തില്ല എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിയർ ഗോഡ്. ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തില് അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തെ ഭയപ്പെടുക. ഇതിന്റെ അർത്ഥം ഫെയ്ത്ത് ഫിൽഡ് റെവറൻസ് ടുവേർഡ്സ് ഗോഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. വിശ്വാസത്തോടെ ഭയപ്പെടുക എന്ന വാക്യത്തിന്റെ അർത്ഥം വിശ്വാസത്തിൽ നിറഞ്ഞുകൊണ്ട് ഭക്തിയോടെ യേശു ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ അർത്ഥം. പഴയ നിയമത്തിൽ നമ്മൾ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ ഫെയ്ത്ത് ഫിൽഡ് റെവറൻസ്, വിശ്വാസത്തിൽ നിറഞ്ഞുകൊണ്ട് ഭയത്തോട് ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. Those who fear God, trust in Jesus. പുതിയ നിയമത്തിൽ അത് വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ട്രസ്റ്റിംഗ് ഇൻ ജീസസ്, യേശുവിൽ ആശ്രയിക്കുകയും യേശുവിൽ തന്നെ ശരണപ്പെടുകയും ചെയ്യുന്നവൻ ഒരുവന് എവറിഥിങ് വിൽ ഗോ വെൽ. ക്രിസ്തുവിൽ ആശ്രയമായിരിക്കുന്ന ഒരുവൻ, അവന്റെ ജീവിതം സകലത്തിലും ഭദ്രമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവന്റെ ജീവിതം ഒരു പക്ഷേ കഠിനമേറിയതായിരിക്കാം, ഭൂമിയുടെ കീഴിൽ അവന്റെ ഭാരമേറിയ ജീവിതമായിരിക്കാം, ഒരുപക്ഷെ അവൻ ചെയ്ത നീതി പ്രവർത്തികളൊന്നും ലോകം അക്സെപ്റ്റ് ചെയ്തില്ലെന്നിരിക്കാം, ഒരുപക്ഷെ അവൻ നീതിമാനായി അനേകരെ നീതി ചെയ്യുവാൻ പഠിപ്പിച്ചു എന്നും ഇരിക്കട്ടെ, എങ്കിൽ ഈ ലോകത്തിൽ അവന് റെക്കഗ്നീഷൻ കിട്ടത്തില്ലായിരിക്കാം. അണ്ടർ സൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ അത് നീതിയായി കണപ്പെടുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 14-ാമത്തെ വാക്യം, സഹപ്രസംഗി 14. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്, നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായിട്ട് ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായിട്ടും ഭവിക്കുന്നു എന്നും അതും മായ എത്ര എന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഞാനത് വായിക്കുന്നു. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്, വാനിറ്റി, ഭൂമിയുടെ കാര്യമാണ്, സൂര്യന് കീഴെയുള്ള കാര്യമാണ്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായിട്ട് ഭവിക്കുന്നു. അതായത് നീതിമാന്മാരായിട്ട് ജീവിച്ചിട്ട് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ അവരറിയാതെ തന്നെ അവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതുപോലെ തന്നെ ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. ദുഷ്ടന്മാരായിട്ട് ജീവിച്ചിട്ട് നീതിമാനെ പോലെ നീതിമാൻ അനുഭവിക്കേണ്ട സകല അനുഭവങ്ങളും കഴിച്ചു തീർക്കുന്ന ഒരുപാട് ദുഷ്ടന്മാരുടെ ലോകത്തിലുണ്ട്. ഇതൊരു വലിയൊരു കോൺട്രാസ്റ്റ്, മായ. 14-ാമത്തെ വാക്യം, righteous suffering and wicked prosperity in the light of cross. താൻ പറയുക, നീതിമാന്മാർ സഫർ ചെയ്യപ്പെടുകയാണ്, ദുഷ്ടന്മാർ പലപ്പോഴും പ്രോസ്പർ ചെയ്യപ്പെടുകയാണ്. നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ 8:14 വായിക്കുന്നത്, റൈച്ചസ് സഫർ ലൈക്ക് വിക്കറ്റ്. ദുഷ്ടൻ അനുഭവിക്കേണ്ടുന്ന ശിക്ഷ ചിലപ്പോൾ അവർക്ക് സൗഖ്യം കാണത്തില്ലായിരിക്കാം. അവിടെ ദുഷ്ട ചെയ്യുമ്പോഴാണല്ലോ സൗഖ്യവും പ്രശ്നവും ദാരിദ്ര്യവും ഒക്കെ വരുന്നത് നമ്മൾ ചിന്തിക്കുന്നത്. ദുഷ്ടതയുടെ ഫലം ഇതൊക്കെയാണെന്നാണ് നമ്മുടെ മാനസികമായ ഒരു വേപ്പ. നീതിമാന്മാരായി ജീവിച്ചിട്ട് ആഹാരത്തിന് വകയില്ലാത്ത ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദുഷ്ടന്മാരായി ജീവിച്ചിട്ട് സകലരെയും വഞ്ചിക്കുകയും സകലരെയും
ദ്വേഷിക്കുകയും സകല ദോഷത്തിൻ്റെയും ഉടമകളായവർ ദീർഘായുസോടെ ജീവിച്ച് നീതിമാന്മാരിൽ കിട്ടേണ്ടുന്ന ആ അവകാശം പോലെ അവർ പൊക്കൊണ്ടിരിക്കുക. ഇതൊരു കോൺട്രാക്സ്റ്റാണ്. ഇതൊരു ഒരു വൈരുദ്ധ്യമായ ഒരു വിഷയമാണ്. ഭൂമിയുടെ കീഴിലുള്ള സൂര്യന് കീഴിലുള്ളൊരു വസ്തുതയാണ് ഇത്. പുതിയ നിയമം ശരിവെക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അത് തന്നെ പുതിയ നിയമത്തിലും സൂര്യന് കീഴിലുള്ള ഈ വസ്തുതയെ ഇരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാസരൂപമെടുത്തു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. Suffered and died like a criminal. സകല നീതിയും നിറവേറ്റിയവൻ, സകല നീതിയുടെയും പിനക്കിളായിരുന്നവൻ, നീതിമാന്മാരിൽ അതിനീതിമാനായിരുന്നവൻ, അതിപരിശുദ്ധനായ ദൈവപുത്രൻ. He died like a criminal. ഈ ലോകത്തിൽ നടന്ന അവനങ്ങനത്തെ മരണമാണോ കിട്ടേണ്ടത്? അല്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു നമുക്കറിയാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-12 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ഇൻസൾട്ട് ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആ പറഞ്ഞ കൂട്ടത്തിലെല്ലാം അവര് ദൈവത്തിൻ്റെ മക്കളാണ്. 3-ാം വാക്യം തൊട്ട് 12-ാം വാക്യം വരെ, മത്തായി സുവിശേഷം 5-3-12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്ന അവർ ദൈവത്തിൻ്റെ മക്കളാണ്. അവർ ആത്മാവിൽ ദരിദ്രരാ, അവർ ദുഃഖിക്കുന്നവരാ, അവര് പെർസിക്യൂഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക, പീഡനം അനുഭവിക്കുന്നവരാ, അവരെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് പബ്ലിക്ക്, അവരെ ദ്വേഷിക്കുന്നുണ്ട്, അവർക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെയെല്ലാം വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ആത്മാവിൽ ദരിദ്രരായവരും ദുഃഖിക്കുന്നവരെയും ഒക്കെ വിളിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പദവി എന്ന് പറയുന്നത് സൂര്യന് മുകളിലുള്ള അനുഗ്രഹമാണ്, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹമാണ്. ദുഃഖിക്കുന്നവര്, നീതിക്ക് വിശക്കുന്നവര്, കരുണയുള്ളവര്, ഹൃദയശുദ്ധിയുള്ളവര്, ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഇവരെല്ലാം ദുഃഖിക്കുന്നവരും നെടുവേർപ്പെടുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും ആകുമ്പോഴും പക്ഷെ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നില്ലെന്നറിയാമോ? ബിക്കോസ് ദ റിവാർഡ് ഈസ് ഇൻ ഹെവൻ. അവരുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. അപ്പൊ ഇന്ന് സന്ധ്യയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാൻ നേരമാകുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദുഃഖിക്കുമ്പോഴും നെടുവീർപ്പെടുമ്പോഴും പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ സന്തോഷിച്ചോ. വി ആർ ബ്ലെസ്ഡ് പീപ്പിൾ. ലോകത്തിൽ ഒരു പക്ഷെങ്കിൽ നമുക്കതിൻ്റെ ഒരു പ്രതിഫലവും കിട്ടത്തില്ലായിരിക്കാം, ഒരു നീതിയും കിട്ടത്തില്ലായിരിക്കാം. എന്നാൽ നീതി ലഭിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ, സൂര്യന് മുകളിലുള്ള സിസ്റ്റത്തിൽ ചെല്ലുമ്പോൾ സകല മനുഷ്യരും ദൈവത്തിന്റെ ന്യായ വിസ്താരത്തിലേക്ക് വരുന്ന സന്ദർഭമുണ്ടാകും. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒറീസയിൽ ഗ്രഹാം സ്റ്റീൻസ് ചുട്ടുകരിക്കപ്പെട്ടു. രണ്ട് മക്കള് ആൺകുഞ്ഞുങ്ങള് ഏകദേശം 25 വർഷത്തിലധികമായി. എവിടെ നീതി? എവിടെ ലഭിക്കേണ്ടുന്ന ആ ന്യായവിധി? പക്ഷെ ഒരു കാര്യം അത് ഉണ്ട്.
അന്നത്തേക്കിന് അത് വെച്ചിരിക്കുക. സകല സിസ്റ്റത്തെയും ന്യായം വിധിക്കും. സകല പൊളിറ്റിക്കൽ പറയുന്ന സകല പൊളിറ്റിക്കൽ പാർട്ടിയെയും ന്യായം വിധിക്കും. സകല സത്യത്തെയും അമർച്ച ചെയ്തുകൊണ്ട് അസത്യത്തിന് വേണ്ടി നിന്ന് വാദിച്ചവരെ പോലും നിത്യതയിൽ കൊണ്ടുവരും. ആ ന്യായവിധി അടുത്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കുക. ഇന്ന് നമ്മൾ നീതിക്ക് ന്യായത്തിനും വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ പലപ്പോഴും ലഭിക്കാതെ പോകുക. നമ്മുടെ മിഷണറിമാർ പലപ്പോഴും തെരുവുകളിൽ അടികൊള്ളപ്പെടുകയാണ്. എവിടെ നീതി? എവിടെ ന്യായം? സൂര്യന് കീഴിൽ ഇതൊക്കെ നടക്കും. പക്ഷെ സൂര്യന് മുകളിലുള്ളൊരു സിസ്റ്റത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി ന്യായമായി വിധിക്കുന്നവൻ എന്നാണ് നമുക്ക് ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ കൈകളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ പറയുമ്പോൾ, അവൻ കാര്യം ഫലമേൽപ്പിക്കുമ്പോൾ അത് ന്യായമായി ചെയ്യുവാൻ കഴിയുന്നവനായ ഒരുവനുണ്ട് എന്ന് ഈ രാത്രിയിൽ സന്ധ്യാസമയത്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യം. ഇത് നമ്മൾ കഷ്ടതയിലൂടെ, വേദനയിലൂടെ നമ്മൾ പോകുന്നവരാണ്. റോമാലേഖനം 2 വാക്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. 8-ന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്. 8-ന്റെ 17, 18 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കട്ടെ. 17 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നത് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. 19-ാമത്തെ വാക്യം വളരെ പ്രസക്തമാണ്. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ളൂ. We suffer with Christ right now, but future glory is far greater. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും വരുവാൻ പോകുന്ന ആ തേജസ്സിന്റെ മുമ്പിൽ ഒന്നുമില്ല. ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അന്ന് കിട്ടുന്ന ഗ്ലോറി, ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുമ്പോഴും, ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ സഫർ ചെയ്യപ്പെടുമ്പോഴും, അന്ന് ആ കിട്ടാൻ പോകുന്ന തേജസ്സിന്റെ ഘനത്തെ നോക്കുമ്പോൾ, എങ്ങനെ തേജസ്സിന് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, ഒന്നുമില്ല. വരാൻ പോകുന്നത് നിത്യമായത് അത് അത്ര അഗാധമാണ്, അത്രയധികം തേജസ്സുള്ളതാണ്, മഹത്വമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഭൂമിയിൽ നമുക്ക് നീതി കിട്ടുന്നില്ല. നമ്മൾ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്ന കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഈ ലോകത്തിൽ തന്നെ തരുവാനുള്ളതാണെങ്കിൽ നമുക്ക് നൽകിയിരിക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രത്യാശ ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ പലരും പീഡിപ്പിക്കപ്പെടുന്നവരാ, പലരും നമ്മളെ പ്രഷർ ചെയ്യുന്നവരാ. എങ്കിലും നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മളെ വിളിക്കുന്ന പേര് ഭാഗ്യവാന്മാർ, ബ്ലസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് നമ്മളെ പറ്റി വിളിക്കുന്നത്. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ, നമുക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. എങ്ങനെയാണത് കാണുന്നത്? ഞാൻ വായിക്കട്ടെ. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ടല്ലേ, ഇനി ഞെരുങ്ങുന്നുണ്ടല്ലേ, ക്രിസ്തുവിന്റെ നാമനിമിത്തം അല്ലേ. ഇന്ന് പലതരത്തിലുള്ള കഷ്ടതയിലൂടെ, പീഡനത്തിലൂടെ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് കിട്ടേണ്ടുന്ന നീതിയും ന്യായവും ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിച്ച് നമ്മളിങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമില്ല. പറയുന്ന നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. പ്രസന്റ് ട്രബിൾസ് ആർ ലൈറ്റ് ആൻഡ് മൊമെന്ററി. ലൈറ്റാ, വളരെ ലൈറ്റാ സാധനം.
മൊമൻട്രിയ, നിമിഷം കൊണ്ട് മാറിപ്പോകും. പ്രിപ്പയറിംഗ് ആൻ ഇറ്റേണൽ വെയിറ്റ് ഫോർ ഗ്ലോറി എന്നാണ് വായിക്കുന്നത്. ഇറ്റേണൽ വെയിറ്റ് ഫോർ ഗ്ലോറി. ഓക്കെ, നമുക്ക് ഈ ഭാഗത്ത് ഈ കൂടെ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് സഭാപ്രസംഗി പറയുന്നു? ദിസ് ഈസ് കൺഫ്യൂസിങ്. ഇങ്ങനെ ദുഷ്ടൻ നീതിമാന്റെ ഫലം അനുഭവിക്കുന്നു, നീതിമാൻ ദുഷ്ടന്റെ ഫലം അനുഭവിക്കുന്നു. ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് ഈ ശലോമോൻ രാജാവിന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പൊരുൾ തന്നിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ക്രോസ് ആൻഡ് ദ റിസറക്ഷൻ. കാൽവറി ക്രൂശിൽ ഇതുപോലെ കഷ്ടപ്പെട്ടു, ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടു, ഇതുപോലെ തകർക്കപ്പെട്ടു. എന്നാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഉണ്ടായിരുന്നു യേശുവിന്. The pattern of Jesus suffering now, glory later. ഈ കഷ്ടം അനുഭവിച്ച യേശുവല്ല ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിൽക്കുന്നത്. ഇതുപോലെ ഇന്ന് നാം കഷ്ടം അനുഭവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ഇറ്റേണൽ ഗ്ലോറി, ഘനമം, അത്ര വലിയ ഘനമുള്ള ഒരു 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 പ്രതിഫലം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് കഠിനമായ ജീവിത ശോധനയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷെ ഒരു കാര്യം, ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഒരു ഇറ്റേണൽ ജോയ്, നിത്യമായൊരു സന്തോഷം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ദുഷ്ടന്മാര് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ടവരെന്നും വളരെയധികം ഭാഗ്യവാന്മാരെന്നും പുകഴ്ത്തുമ്പോൾ, ബട്ട് വിതൗട്ട് ക്രൈസ്റ്റ് they face judgment. അവർ യേശുവിനെ കൂടാതെ മരിച്ചാൽ ഈ ലോകത്തിലെ സ്മാരകങ്ങൾ നിൽക്കും, പക്ഷെ ഒരു ന്യായ വിസ്താരത്തിലേക്ക്, ആ വെളിപ്പാട് ശലോമോന് കിട്ടിയായിരുന്നു കേട്ടോ. എല്ലാറ്റിലെ സാരം കേട്ടുകൊള്ളുക. 12-ാം അധ്യായം. ന്യായ വിസ്താരത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരുന്നൊരു സന്ദർഭമുണ്ട്. ഇന്ന് യേശുവിനെ കൂടാതെ ഒരുവൻ മരിച്ചാൽ ന്യായ വിസ്താരത്തിലേക്ക് അവൻ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ സഭാപ്രസംഗികളുടെ പുസ്തകം 8-ാം അധ്യായം 9 തൊട്ടുള്ള വാക്യങ്ങളാണ്, 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ സഹനശക്തിയോടെ, പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ നമ്മളിത് കണ്ടത്? നമ്മൾ കണ്ടത് ഒന്നാമത്തേത്, ഏതേ മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന ആളുകൾ, അവർ യേശു ക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പ് മോഡലിലേക്ക് പോകണം. രണ്ടാമത് നമ്മൾ കണ്ടത്, ഒരുപാട് പാപം ചെയ്യും, ഒരു തെറ്റും ഒരു കുറ്റവും ഒരു ശിക്ഷയും വരുന്നില്ല. ആ ശിക്ഷ താമസിക്കുന്ന വെച്ചുകൊണ്ട് പാപം ചെയ്യുവാൻ ലൈസൻസ് കിട്ടിയ ആളുകളുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഈവൻ ദൈവസൗകര്യ പോലെയുണ്ട്. എവിടെ ന്യായവിധി വരുന്നെന്ന് ചോദിച്ച് വീണ്ടും അത് തന്നെ ചെയ്യുന്ന ആളുകൾ. അവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് ഇങ്ങനെയാണ്: എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. ദൈവം ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ, അവൻ താമസിക്കുന്നില്ല, ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. മൂന്നാമതായി നമ്മൾ കണ്ടത്, ഒരുവൻ ഭക്തനായി ജീവിച്ചാൽ അവന് നന്മയെ വരത്തുള്ളൂ, തിന്മ അവനെ തൊടത്തില്ല. താൽക്കാലികമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അവൻ്റെ അവസാനം നന്മയിൽ തന്നെ കലാശിക്കും എന്നാണ് നമ്മൾ കണ്ടത്. അവസാനമായി നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. എന്താ നമ്മൾ കണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഭക്തിയോടെ ഭയത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ, നമുക്ക് ദൈവം തരുന്ന നന്മകളിൽ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമെന്നാണ് നമ്മൾ കണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്ര പവിത്രമായി നമുക്ക് ജീവിക്കേണ്ടത് ആവശ്യമാണ്.
എത്ര പാവനമായി നമുക്ക് ജീവിക്കേണ്ടത് ആവശ്യമാണ്. താൽക്കാലികമായ ഒരു ലോകം, ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള അസമത്വങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വസ്തയോടെ കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഓക്കെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി നമുക്ക് നിൽക്കാം. ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് പഠിക്കാം. നമ്മുടെ പ്രയാസവേളകളിൽ ദൈവം നമ്മളെ സഹായിക്കും. ഓക്കെ, എന്നാൽ അത് മായയാണ്. മായയായ ലോകത്തിൽ നിന്നും ദൈവം നമ്മളെ അവൻ്റെ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയിൽ നിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. നിന്റെ കൃപയിൽ ഞങ്ങളെ വീണ്ടും പൊതിയണമേ. കേട്ട വചനം നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.